ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് സോർഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർത്ത് വളരെയേറെ വിഷമിച്ചു എന്നാണ് ഈ കാർഡ്സ് പറയുന്നത്. നൈറ്റ് മെയർ കാണുന്ന, വറി ചെയ്യുന്ന, ഫീലിംഗ് സ്റ്റക്ക് ഉള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. അവര് വളരെയേറെ വിഷമിക്കുന്നുണ്ട്, ഫിയർ ആണ് കാണിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഫിയറിനെയാണ് ഇവിടെ അവർക്ക് യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ കറേജ് നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരെന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോവാൻ കാരണം ഒരു ഇല്യൂഷൻ ആണെന്ന് പറയാണ്. മറ്റുള്ളവരുടെ പ്രേരണ മൂലം വാക്കു കേട്ടിട്ടൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് അവർ ഇപ്പോൾ വേദനിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിയെ ഉപേക്ഷിച്ചു പോയതിൽ അവർ വിഷമിക്കുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് സോർഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ആ പിക്ചർ നോക്കൂ, അവർ മാറി നിൽക്കാണ്. നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിൽ നിന്നും സൈലന്റ് ആയിട്ടും ക്വിക്കായിട്ടും മാറിപ്പോയ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. എന്നാൽ ഇവർ മാറിപ്പോയി എങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളോട് ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഇപ്പോൾ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവര് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രണയ നിമിഷത്തില് പാസ്റ്റിൽ നിങ്ങളെ വളരെയേറെ സ്നേഹിക്കുന്നത് പോലെ ആക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളും എല്ലാം അവർക്കറിയാം, എങ്കിൽ പോലും നിങ്ങളോട് വളരെയേറെ സ്നേഹമുള്ളതുപോലെ ആക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. അതും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് സൈലന്റ് ആയിട്ട് ക്വിക്കായിട്ട് മാറിപ്പോയി. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ കരിയറിന് വേണ്ടി, അവരുടെ ഫാമിലിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലം എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. അതിനുള്ളൊരു മറുപടി യൂണിവേഴ്സ് അവർക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അവർക്ക് യൂണിവേഴ്സ് നല്ലൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. അവർ ഇപ്പോൾ നിങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത്, നിങ്ങളോട് ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിക്കുന്നു. അതുകൊണ്ടാണ് അവർ നൈറ്റ് മെയറൊക്കെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ സൈലൻസ് അവരെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് അവർ സ്വപ്നങ്ങൾ കാണുന്നത്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് കാർഡാണ്. നൈറ്റ് ഓഫ് സോർഡ്സ് കാർഡ് എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. ലോജിക്, റൂൾസ് ആൻഡ് ലോ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുന്നു. ക്ലിയർ തിങ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വളരെ അറിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണല്ലോ, എനിക്ക് എന്തും അവരോട് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നൊരു വ്യക്തിയാണ്, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അല്ലേ? നിങ്ങൾ അങ്ങനെയല്ല അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ട്രൂത്ത് ആൻഡ് പ്രൂഫ് ആണ് നിങ്ങൾ ഇപ്പോഴും കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്നുള്ള ട്രൂത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ കരിയർ എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നു. രാവും പകലും അധ്വാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ള ഒരു കരിയർ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അവർക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. രാവും പകലും അധ്വാനിക്കേണ്ട ഒരു കരിയർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡ് ആയിരിക്കണം, പോലീസിലായിരിക്കണം, സോൾജേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൾ സെൻറ്റേഴ്സിലായിരിക്കാം. അങ്ങനെ ഒരു വിഭാഗത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ ബിസി ആയിട്ടുള്ള പേഴ്സൺ ആണ് അവരുടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ കേട്ടോ. അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അവർ വളരെ തിരക്കിലാണ്. ഇത്രയും തിരക്കിനിടയിലും അത്രയും ബിസിക്ക് ഇടയിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് അവർ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പോലും അവർക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്, നിങ്ങൾ അവിടെ ഹോൾഡ് ചെയ്ത് നിന്നോളും എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവണം. എന്നാൽ പയ്യെ പയ്യെ നിങ്ങളിലേക്ക് മാറ്റം വന്നു തുടങ്ങി. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നോക്കി തുടങ്ങി. നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായി.
അപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം വന്നു തുടങ്ങി. നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും ഇപ്പോൾ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള പാസ്റ്റിൽ എത്ര നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു, എത്ര കണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് അവർ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നൈറ്റ് മെയർ കാണുന്നു, അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർക്കുന്നു. ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടെങ്കിൽ പോലും ഫ്രീ ആയിട്ടുള്ള നിമിഷങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. 3 സ്വാർട്സ് കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. 4ാമത്തെയും സ്വാർട്സ് കാർഡ് തന്നെയാണ്, ക്യൂൻ ഓഫ് സ്വാർട്സ് കാർഡ്. ക്യൂൻ ഓഫ് സ്വാർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു തോട്ട് ലീഡറാണ് നിങ്ങളെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളെന്ന വ്യക്തി എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് പറയുന്നു. അവർ സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ ആണെങ്കിൽ നിങ്ങൾ എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ടൊരു പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്, അല്ലേ? അത് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ, നിങ്ങളുടെ ഒരു സത്യസന്ധതയും നിങ്ങൾ അവരോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുന്നത്. ബീയിങ് ഡയറക്റ്റ് എന്നാണ് പറയുന്നത്, സീക്കിംഗ് ട്രൂത്ത് എന്നാണ് പറയുന്നത്. സത്യത്തെയും നീതിയെയും മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഏതൊരു കാര്യവും ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു പവറിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലെ ആ ഒരു സ്കില്ലിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ആരൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ വന്നാലും അവരുടെ വേദനകൾ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ കൂടിയും നിങ്ങൾ അവർക്ക് ആശ്വാസം പകരുന്ന വ്യക്തിയാണ്, അല്ലേ? അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട്, ആരും ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ ഒരാളായി അവർക്കൊപ്പം അവർക്ക് ആശ്വാസം നൽകാനായിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. 4 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ഒരു സെലിബ്രേഷൻ വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. പ്രോസ്പെരിറ്റി ആണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ഒരു റിലേഷൻഷിപ്പ് വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവർ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. കുറേ നാളായി നിംസ് പറയുന്നു വരും 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 എന്ന് പറയുന്നു. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ തന്നെ ഇഷ്ടം കാണുക, നിങ്ങളുടെ ഇഷ്ടങ്ങളെ കാണുക, നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുക, അവരെ ചേസ് ചെയ്ത് പോവാതിരിക്കുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അതെന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ കൊണ്ടുവരാനാണ്. നിങ്ങൾ അതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണ്? മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയിലേക്കും നിങ്ങളുടെ പേഴ്സൻ്റെ മടങ്ങി വരവിനെയാണ് കാണിക്കുന്നത്. അവർ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട്. അതിനുള്ള സൈനും അവർ തന്നിട്ടുണ്ടാവണം. നിങ്ങൾ അവരും തമ്മിലുള്ള ഒരു പാസ്റ്റിൽ അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് ഉണ്ടായ ഒരു ഫീലിങ്സ് അല്ല ഇപ്പോൾ നിങ്ങൾക്കും അവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങളെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നും ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടാവണം. എന്നാൽ ഇപ്പോൾ അവർ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സും ഒരേ എനർജി അല്ല. അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ സ്വീകരിക്കാനേ ഞാൻ പറയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഉറച്ച നിലപാടോടുകൂടി നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രെയർ ചെയ്തിട്ടുള്ള വ്യക്തികളോടാണ് ഞാൻ പറയുന്നത്, അവർ വരും. കാരണം 4 ഓഫ് വാൻസ് കാർഡ് എന്ന് പറഞ്ഞാൽ സെലിബ്രേഷനെയാണ് മീൻ ചെയ്യുന്നത്, ഒരു ഹാർമണിയാണ് മീൻ ചെയ്യുന്നത്, ഒരു കമ്മിറ്റ്മെൻറ്റിനെയാണ്. ചിലവർക്ക് ഇത് മാരേജിലേക്ക് വരെ എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് പെൻഡകളാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ന്യൂ ഐഡിയ ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങളൊന്നുമല്ലായിരുന്നു, എല്ലാം കൊണ്ടും ഡൗൺ ആയി പോയ അവസ്ഥയായിരുന്നു. എന്നാൽ അതിനുശേഷം നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഫോർ സക്സസ് എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു. മാനിഫെസ്റ്റിംഗ് പവർ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആംബിഷൻ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്തുമായിക്കോട്ടെ, ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് വരുന്നു, സക്സസ് വരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ കൈ നിറച്ച് പെൻഡക്കളാണ് കാണിക്കുന്നത്.
നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരാൻ പോകുന്ന ഒരു പ്രോസ്പെരിറ്റിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. വരും, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എല്ലാം തരും എന്നാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. ഡയറക്റ്റ് ഫോക്കസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫെയ്ത്തിലേക്കുള്ള ആ ഒരു കറക്റ്റ് വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു കാര്യം പറയട്ടെ, ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സിനെയാണ്, കറണ്ട് സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ദ ഫൂൾ ആണ് കാണിക്കുന്നത്. ഫൂൾ എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. ഒരു അഡ്വഞ്ചറായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിലുള്ള എന്തൂസിയാസത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലെ ഒരു പുതിയ തുടക്കത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ശരിയായിട്ടുള്ള വഴിയിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ എന്ന വ്യക്തിയുടെ ലൈഫ് ശരിയായ ദിശയിലാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾ റെഡിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ അഡ്വഞ്ചർ ലൈഫിലേക്കുള്ള ആ ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു പാതയിൽ തന്നെയാണ് നിങ്ങൾ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് യൂണിവേഴ്സ് പറയാണ്. ഞാൻ ഓറക്കിൾ കാർഡ് ഡെക്ക് കൂടി എടുക്കുകയാണ്. എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഇവിടെ 4 കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ വാക്കുകളാണ് ഇവിടെ ഓറക്കിൾ ഡെക്കിലൂടെ കാണിക്കുന്നത്. അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ കാര്യത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് ഈഗോ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ വളരെ ഈഗോ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദി വേ ഓഫ് അവർ കണക്ഷൻ. ഈ ഒരു ഈഗോ തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മെന്റ് ആണ്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്ന് പറയുന്നു. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് റെസിപ്രോസിറ്റി ആണ് കിട്ടിയിട്ടുള്ളത്. അവർ പറയാണ് ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവൻ ആൻഡ് ടേക്ക് എന്നാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാനൊക്കെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ആബ്സെൻസ് എന്നാണ് പറയുന്നത്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു എന്നാണ് പറയുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നിങ്ങളുടെ ആബ്സെൻസ് അവർ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള ഒരു ബെറ്റർ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാർഡ്സിലൂടെ യൂണിവേഴ്സ് കാണിച്ചു തന്നതാണ്. ഈഗോ ഉണ്ടായിരുന്നു, ആ ഈഗോ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത കാർഡ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നാണ് പറയുന്നത്. അതും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. അവർ ഒത്തിരി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ആബ്സെൻസ് അവർ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാത്തവർക്ക് പറ്റില്ല എന്ന് അവർ പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് ജൂൺ 9 ജൂൺ 11 തീയതിയാണ് ഫുൾ മൂൺ വരുന്നത്. ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം മുതൽ ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസം നിങ്ങൾ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യുക, അഫർമേഷൻ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രെയർ ചെയ്യുക. ഫുൾ മൂൺ അഫർമേഷൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി ചെയ്യാം. അറിയാത്തവരോടാണ് പറയുന്നത്, കാണാത്തവരോടാണ് പറയുന്നത്. ഒത്തിരി പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 3 ദിവസവും നിങ്ങളുടെ ആവശ്യം 3 ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രെയർ ചെയ്യുക. യൂണിവേഴ്സിനോട് പ്രെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ മൂണിനോടും പ്രെയർ ചെയ്യുക. വൈകുന്നേരം മൂണിനെ നിങ്ങൾ കാണുന്ന നിമിഷം മൂണിനോട് ഈ അഫർമേഷൻ പറഞ്ഞ് പ്രെയർ ചെയ്യുക. അങ്ങനെ പ്രെയർ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സ് ആ പ്രാർത്ഥന കേൾക്കുമെന്നാണ് ഞാനും പറയുന്നത്. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാനൊരു കാര്യം കണ്ടു. FBയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു തവണ ഞാൻ ഇൻസ്റ്റയിലും കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ അതിൽ ഒരു ആക്ട്രസ്സാണ്, നിങ്ങളൊക്കെ അറിയുന്ന ഒരു ആക്ട്രസ്സാണ്. അവർ ഇങ്ങനെ ഒരു ഷോയ്ക്കിടയിൽ പറയുന്നുണ്ട്, അവർ കുഞ്ഞുനാളിൽ മൂൺ അഫർമേഷൻ ചെയ്യാറുണ്ടായിരുന്നു. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അത് 15 അഫർമേഷൻസ്, 15 ഫുൾ മൂൺ അവർ കണ്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു തവണ പോലും മുടങ്ങാതെ എല്ലാ മാസവും ആ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യാറുണ്ട്. കുഞ്ഞുനാളിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവർക്ക് എത്ര കണ്ട് അറിവുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. കുഞ്ഞു കുട്ടിയാണ്. അവർ പ്രെയർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കളിക്കൂട്ടുകാരൻ അവരുടെ ലൈഫ് എൻഡ് വരെ വേണമെന്നാണ് അവർ പ്രെയർ ചെയ്തത്. കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ കൂട്ടുകാരനാണ് അല്ലേ. അപ്പോൾ അവർ ലൈഫ് എൻഡ് വരെ വേണമെന്ന് ഒരു പ്രെയർ ചെയ്ത് 15 അഫർമേഷൻ അവർ ചെയ്തിരുന്നു. അവർ മുതിർന്നപ്പോൾ ഇപ്പോൾ അവർ ഹസ്ബൻഡും വൈഫുമാണ്.
യൂണിവേഴ്സ് ആ കുഞ്ഞു കുട്ടിയുടെ പ്രെയർ പോലും കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രെയർ ചെയ്ത് കഴിഞ്ഞാൽ, വിശ്വസിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സ് കാണാതെ പോവില്ല. അതിന്ന് കണ്ടപ്പോൾ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി 3 ദിവസം കൂടി ഉള്ളൂ ഫുൾ മൂൺ അഫർമേഷന്, പൗർണമിക്ക്. അപ്പോൾ ഈ 3 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുക, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എത്ര ഫുൾ മൂൺ അഫർമേഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത്രയും അഫർമേഷൻസ് എടുത്തോളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏത് തന്നെ ആയാലും യൂണിവേഴ്സ് അത് സാധിപ്പിച്ചു തരും. ഇത് ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്യൂ, വളരെ പോസിറ്റീവായിട്ട് ചെയ്യുക. എനിക്കും ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഞാനും പ്രെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെയും ഇതിനു വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു കാര്യം നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ് വന്നാൽ നിങ്ങളുടെ കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.